മണ്ഡലകാലത്ത് ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം ഈ ചുഴലിക്കാറ്റിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആന്ധ്ര, കർണാടക, തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെയൊക്കെ വരവ് കുറഞ്ഞിരുന്നു. ആ സമയം തെരഞ്ഞെടുത്തിരുന്ന ഭക്തർ അടക്കം ഇനിയായിരിക്കും ശബരിമലയിലേക്ക് എത്തുക എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സന്നിധാനത്ത് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റെക്കോർഡ് വരവാണ്, തീർത്ഥാടകരുടെ റെക്കോർഡ് വരവാണ് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാകാം ഇതിന് കാരണം. ഈ ചുഴലിക്കാറ്റിന്റെ സമയത്തൊക്കെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു. നമുക്കറിയാം ശബരിമലയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഭക്തർ അല്ല ഈ മണ്ഡലകാലത്ത് അധികമായി എത്തുന്നത്, ഇതര സംസ്ഥാനത്ത് നിന്ന് ഉള്ളവർ ആണ്. പക്ഷേ കനത്ത മഴയും കാറ്റുമൊക്കെ ആയിരുന്നതുകൊണ്ട് നിരവധി ഭക്തർ അങ്ങനെ സന്ദർശനം മുടങ്ങിയ സാഹചര്യമുണ്ട്. 92,562 ഭക്തർ ആണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത്. സീസൺ തുടങ്ങി ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 80,000 ആളുകളെ ഒരു ദിവസം സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് പൊതുവെ ഉള്ള നിയന്ത്രണ രീതി. പക്ഷേ അതിനപ്പുറത്തേക്ക് തീർത്ഥാടകർ എത്തുന്നു എന്നുള്ളതാണ്. ശ്രീജിത്തിലേക്കാണ് പോകുന്നത്. ശ്രീജിത്ത്, വലിയ കണക്ക്. പണ്ടൊക്കെ നമുക്കറിയാം 1,00,000 മുകളിലൊക്കെ തീർത്ഥാടകർ എത്തുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് കുറച്ചുകൂടി ടെക്നിക്കലി കറക്റ്റായ കണക്കുകളാണല്ലോ ലഭിക്കുന്നത്. അവിടെയാണ് ഈ 92,000. ഒരുപക്ഷെ ഈ കാലാവസ്ഥയിൽ വന്ന മാറ്റം, നേരത്തെ ആന്ധ്രാ തീരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റ് മാറി അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ ഈ തീർത്ഥാടകരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിലെ സ്വാമിമാരുടെ വരവ് കൂടി കണക്കാക്കിയ ശേഷമായിരിക്കും നമുക്ക് അക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരുത്താൻ സാധിക്കുക. ഇന്നലെ ഡിസംബർ 6 ആയിരുന്നു. സാധാരണ ഡിസംബർ 6 ഈ ബാബറി മസ്ജിദ് ദിനവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ വലിയ സുരക്ഷ ഒരുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണം ആ ദിവസം കാര്യമായി കുറയുന്ന ഒരു രീതിയാണുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണം കുറവാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എത്തുന്ന ഭക്തരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ചു കാലമായി ആ ദിവസങ്ങളിൽ അത്രത്തോളം തിരക്ക് കാണാറില്ലായിരുന്നു. ഇനിയിപ്പോ തിരക്ക് കുറവാണ് എന്ന് കരുതി ഇന്നലെ തന്നെ കരുതിക്കൂട്ടി ഭക്തരെത്തിയതാണോ എന്നറിയാൻ ഇനിയുള്ള ദിവസങ്ങളിലെ കണക്ക് കൂടി പരിഗണിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് വഴിയും നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ 92,562 പേർ എത്തിയപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വഴി 17,425 പേർ ഇന്നലെ ദർശനം നടത്തി എന്നുള്ളതാണ്. പരമാവധി 10,000 എന്നൊക്കെയുള്ള കണക്കുകളിലേക്ക് ചുരുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇന്നലെ വലിയ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. അതായത് ശ്രീജിത്ത്, നമുക്കറിയാം ഈ സ്പോട്ട് ബുക്കിംഗ് വലിയ ആശയക്കുഴപ്പവും ആശങ്കയൊക്കെ സൃഷ്ടിച്ചിരുന്നല്ലോ. അതായത് ഈ വെർച്വൽ ക്യൂ വഴി അല്ലാതെ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ നമ്മൾ വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം ഒരു സമയമൊക്കെ ബുക്ക് ചെയ്താൽ പല തടസ്സങ്ങളുണ്ടാകാം, അങ്ങനെ അന്ന് എത്താൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോഴും സർക്കാർ പറഞ്ഞിരുന്നു എത്തുന്ന ഒരു ഭക്തനും മടങ്ങേണ്ടി വരില്ല. അപ്പോൾ അതിനെ ശരിവെക്കുന്ന തരത്തിലാണല്ലേ? അതായത് ഇന്നലെ വലിയ നമ്പർ ആണ് ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തിയതെങ്കിൽ ആര് ദർശനത്തിനെത്തിയാലും അവർക്ക് അവസരം നൽകും. അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ക്രമീകരണം എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അഭിലാഷ്, ഇതൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം, പുതിയ മാറ്റം എന്ന് നമുക്ക് ശബരിമല എത്തിയാൽ നമുക്ക് അത് വ്യത്യാസപ്പെടുത്തി കാണാൻ കഴിയില്ല. കഴിഞ്ഞ വർഷവും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു, അന്നും 10,000 എന്നൊക്കെയുള്ള കണക്കായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണയും ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല എന്ന നിലയിൽ, അതായത് ഓൺലൈൻ ബുക്കിംഗ് എന്ന നിലയിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് അതൊരു വിവാദമായത്. പിന്നീട് സ്പോട്ട് ബുക്കിംഗ് എന്ന പേര് മാറ്റി തത്സമയ ബുക്കിംഗ് എന്ന പേരിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുകയാണ് പിന്നീട് ചെയ്തത്. ഫലത്തിൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ശബരിമല എത്തുന്ന എല്ലാവർക്കും ദർശനം കിട്ടണം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. അതെന്തായാലും നൽകുന്നു എന്നുള്ളതാണ്. 10,000 എന്ന കണക്കിലേക്ക് ചുരുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്ന ഇന്നലത്തെ കണക്ക് പ്രകാരം. അങ്ങനെയാണ് അത് 17,000-ലെത്തിയത്. ഒരു കാര്യം കൂടിയുള്ളത്, ഇന്ന് രാവിലെ പുലർച്ചെ നട തുറന്ന ശേഷം 6 മണി വരെയുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനകം 27,656 പേർ ശബരിമലയിൽ ഇന്ന് രാവിലെ 6 മണി വരെ ദർശനം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഉഷപൂജ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് അല്പസമയം ദർശനമില്ല. ഉള്ളിൽ പൂജ നടക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ വരിയെല്ലാം നിറഞ്ഞ വലിയ ക്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തിരക്കിലേക്ക്, അതായത് ഈ തീർത്ഥാടന കാലം തുടങ്ങി വലിയ തിരക്കിലേക്ക് ശബരിമല എത്തുന്നു. പല ഘട്ടങ്ങളിലും നേരത്തെ
ഒക്കെ തന്നെയും ഈ 1 ലക്ഷമൊക്കെ കഴിഞ്ഞ കണക്കുകളൊക്കെ ഈ കണക്കെടുപ്പിന്റെ സമയത്തുമൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോഴും കാര്യമായ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞിടുകയോ ഒന്നും ചെയ്യാതെ കൃത്യമായ ഫ്ലോ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പമ്പയിലൊക്കെ ഇത്തവണ ഈ വാഹന പാർക്കിംഗ് സൗകര്യം ഉള്ളത് വലിയ ആശ്വാസമായിരുന്നു. അതായത് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറാനൊന്നും ഭക്തർക്ക് കാത്തു കിടക്കേണ്ടി വരുന്നില്ല. വഴിയിലൊന്നും അങ്ങനെ തടസ്സമില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഫ്ലോ, ഒരു കൃത്യമായ ഒഴുക്ക് ശബരിമലയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതാണ് ഈ തീർത്ഥാടനത്തെ വളരെ സുഗമമാക്കുകയും ചെയ്യുന്നത്. അത് ഇത്തവണ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അഭിലാഷ്, എന്തായാലും ശബരിമലയിൽ തീർത്ഥാടകരുടെ വരവ് കൂടുന്നു എന്ന സൂചനയാണ്. ഇന്നലെ റെക്കോർഡ് തീർത്ഥാടകർ ആണ് ദർശനം നടത്തി മടങ്ങിയത്. എന്തായാലും ശ്രീജിത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നിൽ നമുക്ക് വലിയ ക്യൂ ഒക്കെ കാണാം. ശ്രീജിത്ത് സൂചിപ്പിച്ചതനുസരിച്ച് ഇപ്പോൾ ശ്രീകോവിൽ നട അടച്ചിരിക്കുന്ന സമയമാണ്, അവിടെ പൂജ നടക്കുകയാണ്. അതുകൊണ്ട് തീർത്ഥാടകർക്ക് ദർശനം അല്പസമയം കഴിഞ്ഞ് സാധിക്കും. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കാം ദാ ഇപ്പോൾ നട തുറക്കുന്നു എന്നാണല്ലോ ശ്രീജിത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും അഭിലാഷ്, പൂജയ്ക്ക് ശേഷം നട തുറന്നു. 18-ാം പടിയിൽ കൂടി ഭക്തരെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും രാവിലെ ഇങ്ങനെ കൃത്യമായി ഇടവേളകളിൽ പല പൂജകളുമുണ്ട്. ഇനി ശീവേലി ഉണ്ടാകും. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ചെറിയ ചെറിയ ഇടവേളകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചെറിയ ഇടവേളകളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഫ്ലൈ ഓവറിലൊക്കെ അത്യാവശ്യം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരത്തെ ഈ ഇത്രത്തോളം ആളുകൾ എത്തിയാൽ പോലും വലിയൊരു തിരക്ക് അങ്ങനെ, അതായത് ഫ്ലൈ ഓവറിലൊന്നും വലിയ തിരക്ക് അനുഭവപ്പെടാറില്ലായിരുന്നു. അതൊക്കെയാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ ആഗ്രഹിച്ചിരുന്നത്. അത് തന്നെയാണ്, അതായത് സന്നിധാനത്ത് വല്ലാതൊരു തിരക്ക് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഒരു ഇതില്ലാതെ കൃത്യമായ ഒരു ഒഴുക്ക്, കയറ്റം പോലെ തന്നെ താഴേക്കുള്ള ഒരു ഒഴുക്കും ഇത്തവണ ശബരിമല സന്നിധാനത്ത് ഉണ്ട്. അതിന്റെ പ്രധാനമായ കാരണം ഞാൻ നേരത്തെ കാണിച്ച പോലെ പമ്പയിലടക്കം വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ ഏതാണ്ട് 7000-ത്തിലധികം വാഹനങ്ങളാണ്, വിവിധ തരത്തിലുള്ള വാഹനങ്ങളാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത് എന്നും പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. എന്തായാലും സുഗമമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അഭിലാഷ്, തീർച്ചയായും എന്തായാലും വലിയ നടപ്പന്തൽ, മേൽപ്പാലം ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഭക്തരുടെ ഒരു നീണ്ട നിരയുണ്ട്. അത് പൂജയ്ക്ക് വേണ്ടി നട അടച്ച സമയത്തുള്ള ദൃശ്യങ്ങളും അതിനുശേഷം ഭക്തർ മൂവ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഈ തീർത്ഥാടന കാലം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. വലിയ പരാതികളും പരിഭവങ്ങളും ഒന്നും ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായും ശബരിമല അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അഭിമാനമാണ്. ഒപ്പം കേരളത്തിന്റെ ദേവസ്വം ബോർഡുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന വലിയ വരുമാനം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ തീർത്ഥാടകർ എത്തേണ്ടത് ശബരിമലയുടെ ആവശ്യം കൂടിയാണ്.